അപ്പൊ ഇയാള് കണ്ണ് മൊത്തവും ഇങ്ങോട്ടായിരുന്നു. അതായത് നമ്മുടെ സാരിയാണ് ഉടുത്തിരുന്നത്. ആ പെൺകുട്ടിയാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഏഞ്ചൽ, എന്താണ് സംഭവിച്ചത് ശരിക്കും? ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേറ്റിംഗ് സംഭവിക്കുന്നു. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്താണ്? ഞാൻ ഓഫീസിൽ നിന്ന് ഓണ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ആലുവയിൽ ബസ് കയറുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ആ ബസ്സിൽ അപ്പോൾ തിരക്കൊന്നും ഇല്ലായിരുന്നു. ബസ് നിർത്തിയിട്ടിരിക്കുന്ന സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ എനിക്ക് വിൻഡോ സീറ്റിലിരിക്കണം. ഞാൻ വിൻഡോ സീറ്റിലിരുന്നു. പിന്നെ ആൾക്കാർ കയറി തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും തിരക്ക് കൂടാൻ തുടങ്ങി. കൂടുതലും ബംഗാളി നോർത്ത് ഇന്ത്യക്കാരായിരുന്നു കേട്ടോ ബസ്സിൽ. ഒരാള് വെൽ ഷർട്ടൊക്കെ ഇട്ട് ഒരാൾ ഇങ്ങനെ നടന്നു വരിക. അപ്പൊ ബാക്കിൽ വേറെ സീറ്റ് ഉണ്ട്, ഒരാൾ ഇരിക്കുന്ന സീറ്റ് ഉണ്ട്. പക്ഷെ അയാൾ എന്നെ നോക്കിയിട്ട് എന്റെ അടുത്ത് വന്നിരുന്നു. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം എത്രയോ യാത്രയ്ക്കുള്ള ആൾക്കാർ ഇരുന്നിട്ട് ആണുങ്ങളൊക്കെ ഇരുന്നിട്ട് നല്ല ആൾക്കാരായിരുന്നു. ഞാൻ പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇറിറ്റേഷൻ തോന്നി. അപ്പൊ ഇയാള് കണ്ണ് മൊത്തവും ഇങ്ങോട്ടായിരുന്നു. അതായത് നമ്മുടെ സാരിയാണ് ഉടുത്തിരുന്നത് ഇങ്ങോട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇറിറ്റേഷൻ തോന്നി. ഞാൻ 2 പ്രാവശ്യം തുറച്ചു നോക്കി. അപ്പൊ ഇയാള് അങ്ങോട്ട് തുറച്ചു നോക്കുമ്പോൾ പിന്നെയും നോക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഫോണിലെ ക്യാമറ ഓൺ ചെയ്ത് ജസ്റ്റ് വീഡിയോ ഇങ്ങനെ ഇത് ഞാൻ എന്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇറിറ്റേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ നീ റിയാക്ട് ചെയ്യണം നോക്കുക. ഞാൻ പറഞ്ഞു ഞാൻ തുറച്ചു നോക്കുമ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുവാന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾ ഇങ്ങനെ തട്ടാൻ തുടങ്ങി. അതായത് കൈ വെച്ചിട്ട് ഇങ്ങനെ അടുത്തോട്ട് ഇതാവാൻ തുടങ്ങിയപ്പോ ഞാൻ പിന്നു വെച്ച് കുത്തിയിട്ട് എന്താണോ നോക്കുന്നത് അങ്ങനെ കുറച്ച് തെറി വിളിച്ചപ്പോ ഇയാൾ എണീറ്റ് ബസ്സിൽ നിന്ന് ഇറങ്ങി പോയി. അല്ല, ഈ സമയത്ത് ഇയാള് കൈ കൊണ്ട് ശരീരത്ത് തൊട്ടു. അയാള് കൈ വെച്ച് ഇങ്ങനെ നമ്മളെ ചേർന്നിരിക്കുമല്ലേ, അപ്പൊ ഇങ്ങനെ മനഃപൂർവ്വം ഇതാക്കി നമ്മുടെ ഇതിന്റെ ഡ്രസ്സ്. അല്ല, അപ്പൊ ഈ സെറ്റിപ്പിനെ കൊണ്ട് കുത്തിയ സമയത്തൊന്നും മറ്റു ബസ് യാത്രക്കാരും ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഞാൻ റിയാക്ട് ചെയ്ത സമയത്തും ആരും ഒന്നും മിണ്ടിയില്ല. ഞാൻ എണീറ്റിരുന്നാണ് കണ്ണൂത്തി പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞപ്പോ ഇയാൾ അപ്പോഴത്തേക്ക് എണീറ്റു. അപ്പൊ ഞാൻ പിന്നെ റിയാക്ട് ചെയ്തപ്പോ ഇയാൾ അങ്ങ് എണീറ്റ് ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരൊറ്റ പോക്ക. ലേഡി കണ്ടക്ടറും പ്രതികരിച്ചില്ല. അല്ല, ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ പിന്നെ വീഡിയോ എത്ര റീച്ച് ആയി കഴിഞ്ഞപ്പോൾ അതിന് പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്, ഭയങ്കര നെഗറ്റീവ് കമന്റുകൾ വരുന്നത്. നെഗറ്റീവ് ഫേസ്ബുക്കിലാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും കേരളം ഇത്രയും അകമ്പതിച്ചു പോയോ എന്ന് വരെ ഞാൻ വിചാരിച്ചു. അത്രയ്ക്ക് മോശം കമന്റ്സ്. ഇവര് പറയുന്നത് വെച്ചാൽ സാരി നേരെ ഇട്ടൂടെ. ആ സാരി എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ആ സാരിയുടെ അകത്ത് എന്റെ എന്തെങ്കിലും ഒരു ബോഡി കാണുന്നുണ്ടോ? പ്ലീറ്റ് കൊലഞ്ഞാണ് ഇരിക്കുന്നത്. പ്ലീറ്റ് കുറച്ച് നേരെയല്ല. കാരണം സ്വാഭാവികമായിട്ട് ഡാൻസും പരിപാടിയും കഴിഞ്ഞ് ഞാൻ വണ്ടി കയറിയതാണ് ക്ഷീണിച്ച്. പ്ലീറ്റ് സെറ്റ് മുണ്ടാണ്, പ്ലീറ്റ് കുറച്ച് ഇതായിട്ടാണ്. അല്ലാതെ എന്റെ ഡ്രസ്സിനകത്ത് ഒന്നും കാണുന്നില്ല. ബ്ലൗസ് ഞാൻ കയറ്റി സ്റ്റിച്ച് ഫുൾ സ്ലീവ് ആണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നത്. ഒന്നും കാണുന്നില്ല. അയാൾ എത്തി നോക്കുകയാണെല്ലാം കാണുന്നുണ്ട്. ആൾക്കാർ പറയുന്നത് പ്രതികരിച്ചൂടെ. ഞാൻ പ്രതികരിച്ചു. എനിക്ക് അയാളെ കയറി ഇടിക്കാനും അടിക്കാനുള്ള ഒന്നും പറ്റത്തൊന്നുമില്ല. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ പിന്നെ അയാളുടെ ഭാഗത്തൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് എനിക്കതറിയത്തില്ല. എനിക്ക് റിക്വസ്റ്റ് ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്. ഇയാൾ അവിടെയുള്ളതാണ് ഇവിടെയുള്ളതാണ് അറിയാം കണ്ടിട്ടുണ്ടോ. അല്ലാതെ എനിക്ക് ആ സൈഡ് മുന്നോട്ട് പോയോ? ഞാൻ കേസ് ഫയൽ ചെയ്തു. കാരണം വെച്ചാൽ നാളെ എന്തെങ്കിലും ഇയാൾക്ക് ഫാമിലിക്ക് സംബന്ധിച്ചാൽ നമുക്ക് പ്രശ്നം. അതുകൊണ്ട് ഞാൻ ആദ്യമേ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആലുവ പോലീസ് സ്റ്റേഷനിൽ. FIR ഇട്ടിട്ടില്ല. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇതിനു മുമ്പും ഇത്ര ദുരനുഭവം ഉണ്ടായപ്പം ആ അനുഭവങ്ങളെ പറ്റി കൃത്യമായി വീഡിയോ ഇടുകയും ഇങ്ങനെ തുറച്ചുനോട്ടങ്ങൾക്കെതിരെ ആ സമയത്തെല്ലാം പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം കണ്ടിന്യൂസ് അതിനകത്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, റീച്ചിന് വേണ്ടിയാണോ ഈ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്? ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത് ഞാൻ സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ഇവന്റെയൊക്കെ ഫേസ് പുറത്ത് അറിയണം.